എന്തായാലും ഈ ദിവസങ്ങൾ കൊണ്ട് കോൺഗ്രസ് നേടിയെടുത്തൊരു കാര്യം, വോട്ട് ചോരി എന്ന് പറയുന്ന വാക്ക് അവർ ട്രെൻഡിങ് ആക്കാൻ അവർക്ക് പറ്റി. വോട്ട് ചോരി എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് ഏതാണ്ട് ഒരു ധാരണയുണ്ട്. എല്ലാവരിലേക്കും എത്തിയോ ചോദിച്ചാൽ ഇല്ല, പക്ഷേ ആളുകൾക്കൊരു ധാരണയുണ്ട്. വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന കാര്യം ജനങ്ങളിൽ എത്തിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അവരെ കൊണ്ട് സമരം നടത്താൻ പരിമിതിയുണ്ട്. അവർക്ക് ബൂത്ത് ലെവലിൽ ആളുകളില്ലാത്ത സംഘടനയാണ് ഇന്ത്യയിൽ. അവർക്ക് നിരന്തരമായ ഒരു സമര സംഘടനയായി മാറുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർ ശരിയാണ് ഭാരത് ജോഡോ യാത്ര നടത്തി, പക്ഷേ അതുകൊണ്ട് കഴിഞ്ഞല്ലോ. അവർക്കൊരു നമുക്കറിയാവുന്ന പോലെ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇങ്ങോട്ട് ഭരണാധികാരത്തിൻ്റെ തണലിൽ മാത്രം ജീവിച്ചു വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി സമരം ചെയ്തും അധ്വാനിച്ചുമല്ല അതിന് അധികാരം കിട്ടിയിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയ്ക്കുള്ള പങ്കാളിത്തം എന്ന് പറയാൻ കഴിയില്ല. അത് ഇന്ത്യയിലെ ആകമാന മൂവ്മെൻ്റ് ആയിരുന്നു. ഒരു പാർട്ടിയുടെ പേര് അവകാശപ്പെടാൻ കഴിയുന്നതിൽ കോൺഗ്രസ് പറയാൻ പറ്റും. പക്ഷേ കോൺഗ്രസ് ആണ് അങ്ങനെ ഒരു ഇന്ത്യയിലെ ഒരു ഭരണത്തോട്, ഇന്ത്യയിലെ ജനജീവിത പ്രശ്നങ്ങളുടെ മേലുള്ള സമരം, ആ സമരത്തിന്മേൽ പണിയെടുത്തു വന്ന ഒരു പാർട്ടി എന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. അങ്ങനെ ഇരിക്കെ ഇന്ത്യൻ ഡെമോക്രസി എന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന കാര്യത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും, ഇത് രാഹുൽ ഗാന്ധിയാണ്, ശരിയാണ്, ഇത് അവതരിപ്പിക്കുന്ന ആൾ രാഹുൽ ഗാന്ധിയുടെ പ്രോജക്റ്റാണ്. രാഹുൽ ഗാന്ധി അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് അതിന് നായകൻ എന്ന് പറയുമ്പോഴും കോൺഗ്രസിലെ വലിയൊരു സംഘം അതിനകത്ത് പണിയെടുക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നോക്കൂ, അവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സംഗതികൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാർ. ഇന്നലെ ഹൈഡ്രജൻ മുമ്പ് വരാൻ പോകുന്നൊക്കെയുള്ള ആദ്യത്തെ ടീസർ കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസ് ആണ്. കേരളത്തിൽ തന്നെ നമ്മൾ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കളും അതിനെക്കുറിച്ച് അവെയറാണ്. അവരെല്ലാവരും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാവരും സംസാരിക്കുന്നു. ഇന്ത്യയിലെമ്പാടുമുള്ള പ്രധാനപ്പെട്ട മുൻനിര യുവ കോൺഗ്രസ് നേതാക്കൾക്ക് വോട്ട് ചോരി എന്ന ആശയത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ അവരതിനെക്കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ദിവസങ്ങൾ കൊണ്ട് കോൺഗ്രസ് നേടിയെടുത്തൊരു കാര്യം, വോട്ട് ചോരി എന്ന് പറയുന്ന വാക്ക് അവർ ട്രെൻഡിങ് ആക്കാൻ അവർക്ക് പറ്റി. വോട്ട് ചോരി എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് ഏതാണ്ട് ഒരു ധാരണയുണ്ട്. എല്ലാവരിലേക്കും എത്തിയോ ചോദിച്ചാൽ ഇല്ല, പക്ഷേ ആളുകൾക്കൊരു ധാരണയുണ്ട്. വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് നടക്കുന്നുണ്ട് എന്ന കാര്യം ജനങ്ങളിൽ എത്തിക്കുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ നോക്കും, വളരെ സിമ്പിളാണ്, പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഒരു ആശയക്കുഴപ്പത്തിനും ഇടയില്ല. അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചർ എങ്ങനെയാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് അതുപോലെ പഠിപ്പിക്കുന്നു. ഹിന്ദിയിലും ഇംഗ്ലീഷിലും എല്ലാ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കും മനസ്സിലാവുന്നതിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് സാധാരണ നിലയ്ക്ക് കോൺഗ്രസ് എന്തുമാത്രം നിരാശാരൂപത്തിലാണോ പെരുമാറിക്കൊണ്ടിരുന്നത് അതിൽ നിന്ന് വിട്ടിട്ട് അവർക്ക് വലിയ പദയാത്രകൾ സംഘടിപ്പിക്കാനോ സമരങ്ങൾ സംഘടിപ്പിക്കാനോ ജനങ്ങളെ സംഘടിപ്പിക്കാനോ കഴിയുന്നില്ല എങ്കിൽ കൂടി ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ നടക്കുന്ന വലിയൊരു സ്കാം അവർ എക്സ്പോസ് ചെയ്തു. അത് ഒരു വലിയൊരു നേട്ടമായിട്ട് തന്നെ കാണണം കോൺഗ്രസ് പാർട്ടിയുടെ, രാഹുൽ ഗാന്ധിയുടെ.